ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേരൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് അഖിലോമാറ്റിക്. ഇന്ന് നമ്മൾ അഖിലോമാറ്റിക്കിൽ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു ഗെയിം പ്ലെയർ റോബോട്ടിനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞൻ ഗെയിം പ്ലെയർ റോബോട്ട്. ഞാൻ ജസ്റ്റ് ഇതിന്റെ വർക്കിംഗ് എന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രോമിലെ ഡൈനോ ഗെയിം ആണ്. ഇതിനെയാണ് ഇത് ഓട്ടോമേറ്റ് ചെയ്ത് കളിക്കാൻ പോണേ. ഗൈസ്, അപ്പോൾ നമ്മൾ കുഞ്ഞൻ റോബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റിന് ആവശ്യമുള്ള കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയതൊരു LDR ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ആണ്. ഇതെങ്ങനെയാണ് വർക്ക് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതിൽ വന്ന് പതിക്കുന്ന ലൈറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കൂടുതൽ ലൈറ്റ് ഇതിൽ പതിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. കുറച്ച് ലൈറ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. സോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു 220 ഓം റെസിസ്റ്റർ ആവശ്യമുണ്ട്. എന്നിട്ട് നമുക്കൊരു സെർവോ മോട്ടർ ആവശ്യമുണ്ട്. ഇനി ഇതിലൊക്കെ ഏറ്റവും പ്രധാനിയായ നമ്മുടെ അർഡിനോ ബോർഡ് ഉണ്ട്. കഴിഞ്ഞ പ്രൊജക്റ്റിൽ ഞാൻ അർഡിനോ യൂനോ വെച്ചിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തത്. ഇപ്രാവശ്യം നമ്മൾ അർഡിനോ നാനോ വെച്ചിട്ടാണ് ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരുപാട് അർഡിനോ ബോർഡ് പരിചയപ്പെടാനായിട്ട് സാധിക്കും. സോ ഇതിന് വലിപ്പം കുറവാണെന്നേ ഉള്ളൂ, ബാക്കി വർക്കിംഗ് കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ്. അടുത്തതായി നമുക്ക് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് പോയാലോ. ഗൈസ്, അപ്പോൾ വീഡിയോ ചെറിയൊരു തിരുത്തുണ്ടേ. ആ തിരുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പിന്ന് 10th പിന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും ഇത് 10th പിന്നല്ല, A0th പിന്നാണ്. സോ അത് മനസ്സിൽ വെച്ചേക്കുക. ഇതാണ് ഇതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഞാൻ സ്ക്രീനിൽ ഇപ്പൊ വലുതായിട്ട് സർക്യൂട്ട് ഡയഗ്രാം കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സർക്യൂട്ട് ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഇതിൽ ഈ കാണുന്നതാണ് നമ്മുടെ LDR. LDRന്റെ ഒരു പിന്നിലേക്ക് നമുക്ക് അർഡിനോയുടെ VCC കണക്ട് ചെയ്യണം. LDRന്റെ ഒരു എൻഡിൽ നമുക്കൊരു 220 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ട് ആ റെസിസ്റ്ററിന്റെ എൻഡ് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യണം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്ററും ഈ ഒരു LDRന്റെ ഈ ലെഗിന്റെ നടുക്കായിട്ട്, അതായത് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു വയർ വലിച്ചിട്ട് നമുക്കത് അർഡിനോയുടെ പിൻ നമ്പർ 10ൽ കണക്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മുടെ സെർവോ മോട്ടറിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ സെർവോ മോട്ടർ വരുന്നത്. ഈ ഒരു സെർവോ മോട്ടർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു ആംഗിളിനനുസരിച്ച് നമുക്ക് ഈ സെർവോ മോട്ടറിന്റെ ആംഗിൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ കോഡിൽ ഒരു ആംഗിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ആംഗിൾ തന്നെ ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഈ ഒരു സെർവോ മോട്ടർ എടുക്കുകയാണെങ്കിൽ സെർവോ മോട്ടറിന് 3 പിന്നായിരിക്കും വരിക. ഒരു VCC, ഒരു ഗ്രൗണ്ട്, അതേപോലെ അതിൻ്റെ ഒരു സിഗ്നൽ പിൻ. നമുക്ക് ഇതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെർവോ മോട്ടർ എടുക്കുകയാണെങ്കിൽ സെർവോ മോട്ടറിന്റെ ഒരു പിന്നില് ഭാഗത്ത് ഒരു ആരോ മാർക്ക് ഉണ്ടാവും. ആരോ മാർക്ക് നോക്കി നമുക്ക് സിഗ്നൽ പിൻ ഏതാണ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, നമുക്ക് വയറിന്റെ കളർ കോഡ് വെച്ച് വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. റെഡ് വരുന്നത് VCC, ബ്രൗൺ വരുന്നത് ഗ്രൗണ്ട്, അതേപോലെ ഈ ഓറഞ്ച് കളർ വരുന്നതാണ് നമ്മുടെ സിഗ്നൽ പിൻ. ആ സിഗ്നൽ പിൻ 5th പിന്നിലേക്ക് കണക്ട് ചെയ്യും. സോ നമുക്ക് ഇതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാലോ. സോ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ റോബോട്ടിന്റെ കണ്ണിന്റെ പടമാണ്. നമ്മൾ കണ്ണായിട്ട് യൂസ് ചെയ്യുന്ന 2 LED ആണ്. സോ ഇതാണ് ആ 2 LED. ഇതിന്റെ ഇന്റേണൽ കണക്ഷൻ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 LED എടുത്തിട്ട് അതിന്റെ രണ്ടിന്റെയും ഗ്രൗണ്ട് ഒരുമിച്ച് കണക്ട് ചെയ്തുകൊണ്ട് അതിന്റെ 2 പോസിറ്റീവിൽ സെപ്പറേറ്റ് ആയിട്ട് 220 ഓം റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ട് ഒരു എൻഡ് 6ലും അർഡിനോയുടെ 6th പിന്നിലും മറ്റേ എൻ്റെ അർഡിനോയുടെ 7th പിന്നിലും കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗ്രൗണ്ട് നമ്മൾ കോമൺ ആയിട്ട് നമ്മുടെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ കണക്ഷൻ എനിക്ക് പറയാനായിട്ടുള്ളത്. ആ 3 വയറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്ന റെഡും ഓറഞ്ചും നമുക്ക് 6ലും 7ലും ആയിട്ട് കണക്ട് ചെയ്യണം. ഈ ഒരു ബ്രൗൺ നമുക്ക് നേരെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യണം. അത്രേ ഉള്ളൂ കണക്ഷൻ ഇതിന് വരുന്നത്. സോ നമുക്ക് ബാക്കി കണക്ഷൻസ് ഒക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയാലോ. സോ ഫസ്റ്റ് നമ്മുടെ LDRൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് എൻ്റെ LDR. ഈ LDRന്റെ ഒരു പിന്നിലേക്ക് ഞാൻ എൻ്റെ 220 ഓം റെസിസ്റ്റർ സോൾഡർ ചെയ്ത് വെക്കാൻ പോവാണ്. സോ നമ്മളത് സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മുടെ അടുത്ത ഒരു ടെർമിനലിലേക്ക് നമ്മുടെ VCC കണക്ട് ചെയ്യണം. അതിനായിട്ട് ഞാനൊരു വയർ അവിടെ നിന്ന് വലിക്കുകയാണ്. സോ ഞാൻ ആ ഒരു കണക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് ഈ ഒരു 2ാമത്തെ വയർ ഈ റെസിസ്റ്ററിന്റെ എൻഡിലേക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ആ കണക്ഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ റെസിസ്റ്ററിന്റെയും LDRന്റെയും പിന്നിന്റെ സെന്ററിൽ നിന്ന് നമ്മളൊരു വയർ വലിച്ച് അത് നേരെ നമ്മൾ 10ലേക്ക് കണക്ട് ചെയ്യണം. സോ നമുക്കിനി അത് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വയർ എടുക്കുന്നു.
ഈ പോർഷനിലായിട്ട് ഞാൻ ഈ വയർ കണക്ട് ചെയ്യാൻ പോവാണ്. സോ അതും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി നമ്മുടെ ആർഡിനോയുടെ ഓരോ പിന്നിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഞാനിവിടെ ഓരോ ജമ്പർ വയർ കട്ട് ചെയ്ത് ഞാൻ സോൾഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അർഡിനോ നാനോ എടുക്കാം. എന്നിട്ട് ഈ കണക്ഷൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അർഡിനോയിൽ കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു ബ്രെഡ് ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് ബ്രെഡ് ബോർഡിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ഷന്റെ ഒരു സെഗ്മെന്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ജസ്റ്റ് ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളിത് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഒരുപാട് ഹോൾസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരിടത്ത് പോസിറ്റീവ് എന്നും ഒരിടത്ത് നെഗറ്റീവ് എന്നും കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ഹോൾസും, ഈ പോസിറ്റീവിന്റെ താഴെയുള്ള എല്ലാ ഹോൾസും പോസിറ്റീവും, ഈ ഒരു നെഗറ്റീവ് എന്ന് പറയുന്ന ഹോളിന്റെ താഴെയുള്ള എല്ലാ ഹോൾസും നെഗറ്റീവാണ്. കാരണം ഈ ഒരു ഹോള്, അതായത് പോസിറ്റീവ് എന്ന് പറയുന്ന ഈ ഒരു ഹോള് ഫുള്ള് ഒറ്റ കണക്ഷനാണ്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒറ്റ മെറ്റൽ സ്ട്രിപ്പാണ് പോയേക്കുന്നത്. രണ്ടിന് സെപ്പറേറ്റ് സ്ട്രിപ്പായിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഡിനോയുടെ ഗ്രൗണ്ടും വി സി സിയും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യും. ഗ്രൗണ്ട് നെഗറ്റീവിലും വി സി സി പോസിറ്റീവിലും കണക്ട് ചെയ്യും. ഇനി നമുക്ക് അർഡിനോയിലേക്ക് വി സി സി ഗ്രൗണ്ട് നമ്മുടെ എക്യുപ്മെന്റ്സിന്റെ കണക്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു ബോഡി കണക്ട് ചെയ്താൽ മതിയാവും. ഇതാണ് ഇതിന്റെ സിമ്പിൾ വർക്കിംഗ്. സോ അതിനായി ഞാൻ മെയിൽ ടു ഫീമെയിൽ ജമ്പർ കേബിൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പോസിറ്റീവിന് റെഡും നെഗറ്റീവിന് ബ്രൗണുമാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ റെഡ് വയർ ഞാൻ നേരെ അർഡിനോയുടെ വി സി സിയിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. സോ ഞാൻ അർഡിനോയുടെ 5 വോൾട്ടിലേക്ക് പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാൻ ബ്രൗൺ നമ്മുടെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യാണ്, ഗ്രൗണ്ട് പിന്നിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെടുത്ത ഈ കണക്ഷൻസ് ഞാൻ എൻ്റെ ബ്രെഡ് ബോർഡിലേക്ക് കൊടുക്കുകയാണ്. പോസിറ്റീവ് പ്ലസ് എന്ന് എഴുതിയിരിക്കുന്നതിലും ഗ്രൗണ്ട് മൈനസിലേക്ക് ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു LDRനെ നമ്മുടെ അർഡിനോയായിട്ട് കണക്ട് ചെയ്യുക. സോ ഞാൻ ഈ ഒരു വൈറ്റ് വയർ, അതായത് നമ്മുടെ LDRൽ നിന്നും അതേപോലെ റെസിസ്റ്ററിൻ്റെ കൂടെ സെൻട്രിൽ കണക്ട് ചെയ്തേക്കുന്ന ഈ ഒരു വയർ, ഇതാണ് നമ്മുടെ സിഗ്നൽ പിന്ന്. സോ ഞാൻ ഈ ഒരു പിന്നിനെ എടുത്ത് നമ്മുടെ അർഡിനോയുടെ പിൻ നമ്പർ 10ലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇനി വരുന്നത് നമ്മുടെ LDRൽ നിന്ന് വരുന്ന നെഗറ്റീവും പോസിറ്റീവുമാണ്. അത് ഞാൻ നേരെ എൻ്റെ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാണ്. റെഡ് പോസിറ്റീവിലും വൈറ്റ് നെഗറ്റീവിലും കണക്ട് ചെയ്യാണ്. ഇനി അടുത്ത ഊഴം വരുന്നത് നമ്മുടെ സെർവോ മോട്ടറിൻ്റെയാണ്. സെർവോ മോട്ടർ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മൾ കൊടുക്കുന്നത് എന്തൊരു ആംഗിളാണോ നമ്മൾ കോഡിൽ കൊടുക്കുന്നത്, അത് ഈ ഒരു മോട്ടറിലേക്ക് റിഫ്ലക്റ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. ഈ ഒരു മോട്ടർ ഞാൻ കണക്ട് ചെയ്യുന്നതിനായിട്ട് 3 വയർ എനിക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഫസ്റ്റ് നെഗറ്റീവ് പോസിറ്റീവ് കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു മെയിൽ ടു മെയിൽ ജമ്പർ വയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിഗ്നൽ പിന്നാണ് ബാക്കി കണക്ട് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഞാനൊരു മെയിൽ ടു ഫീമെയിൽ ജമ്പർ കേബിളാണ് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആർഡിനോ നാനോയിൽ ഫീമെയിൽ പോർട്ട് ഇല്ല. സോ അതുകൊണ്ടാണ് ഞാൻ മെയിൽ ടു ഫീമെയിൽ പോർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് 5ലേക്ക് കണക്ട് ചെയ്യാം. സോ നമ്മുടെ റോബോട്ടിനുള്ള മെയിൻ കണക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അർഡിനോയുടെ ബോഡി എടുക്കുക. ഇത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇത് ഉണ്ടാക്കിയെടുക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ 3 വയർ എടുത്തിട്ടുണ്ട്. ഈ 2 വയർ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ LED-യുടെയും പോസിറ്റീവ് ടെർമിനലാണ്. ഈ ഓരോ വയർ ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു വയർ നമ്മുടെ LED-യുടെ ഗ്രൗണ്ടാണ്. ഓക്കെ, ഇത് നമ്മുടെ അർഡിനോ ബോർഡിലെ ഗ്രൗണ്ടിലേക്കും ബാക്കി 2ഉം നമ്മുടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പോലെ 6th പിന്നിൽ 7th പിന്നിലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. സോ നമുക്കൊന്ന് ചെയ്തു നോക്കാം. സോ അതിനായി ഞാനൊരു മെയിൽ ടു മെയിൽ ജമ്പർ കേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ നെഗറ്റീവും അർഡിനോ ബോർഡിലെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് 2 പിന്നാണ്.
ഈ പിൻ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Arduino ബോർഡിന്റെ പിൻ നമ്പർ 6ലേക്കും 7ലേക്കും കണക്ട് ചെയ്യണം. സോ ഞാൻ മെയിൽ ടു ഫീമെയിൽ 2 ജമ്പർ കേബിൾ എടുത്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാണ് Arduino ബോർഡിന്റെ 6ലേക്കും 7ലേക്കും. സോ നമ്മുടെ എല്ലാ കണക്ഷനും ഇപ്പൊ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു കൈ കണക്കത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സെർവോ മോട്ടറിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ടാണ്. ഇത് വേറൊന്നുമില്ല, നമ്മുടെ സെർവോ മോട്ടറിന്റെ കൂടെ വരുന്ന ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒരു ബോർഡ് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഞാൻ ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് കണക്ഷൻ ഒന്ന് മാറ്റുകയാണ്. കാരണം ഇത് ഞാൻ ഇതിന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കാനായിട്ട് നോക്കുകയാണ്. സോ നമ്മുടെ സെർവോ മോട്ടർ നമ്മൾ ഇതിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതേ ഒരു കണക്ഷൻ നമ്മൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. നമ്മളിങ്ങനെ കണക്ഷൻ വരുമ്പോഴൊക്കെ കണക്ഷൻ മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. സോ നമ്മുടെ റോബോട്ടിന്റെ വർക്ക് ഇവിടെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു Arduino ബോർഡിലേക്ക് നമ്മുടെ കോഡ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോയാലോ? എന്നാ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോവാം. പിന്നെ എൻ്റെ കണക്ഷനിൽ ചെറിയൊരു എറർ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുമെന്ന് കരുതുന്നു. ജസ്റ്റ് ആ ഒരു പിൻ നമ്പർ 10 അല്ല A0 ആണ്. അത് നമ്മുടെ റെസിസ്റ്ററും LDRും കൂടെ കോമൺ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് A0th പിന്നിലാണ്. ഓക്കെ, നമുക്കെന്നാൽ കോഡിലേക്ക് പോവാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കോഡിലേക്ക് വരുവാണെങ്കിൽ ഞാൻ സെർവോ എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ എൻ്റെ സെർവോയ്ക്ക് മൈ സെർവോ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ LED പിന്നും, അതായത് 2 LEDയുടെ 2 പിന്നുകളും ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് LDRന്റെ പിൻ നമ്പർ അല്ല, ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് ഒരു ത്രെഷോൾഡ് വാല്യൂ ആണ്. അത് നമ്മുടെ റെസിസ്റ്റൻസ് ഇത്രയും മേളിലോട്ടാണോ കുറവാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ഉള്ളൊരു ത്രെഷോൾഡ് വാല്യൂ ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഞാനൊരു വോയിഡ് സെറ്റപ്പിനകത്ത് ഞാൻ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ ഓരോ പിൻസും ആ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വോയിഡ് ലൂപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ LED പിന്നെ ഹൈ ആയിട്ടിരിക്കാനുള്ള കോഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. അത് എന്താണ്, ആദ്യമേ നമ്മുടെ A0th പിന്നിലിരിക്കുന്ന LDRന്റെ വാല്യൂ നമ്മൾ സീരിയൽ മോണിറ്ററിലേക്ക് മേടിക്കും. പിന്നെ നമ്മുടെ A0th പിന്നിലിരിക്കുന്ന LDRന്റെ വാല്യൂ നമ്മൾ കൊടുത്ത ഈ LDR വാല്യൂവിന് കുറവാണെങ്കിൽ സെർവോ 0 ഡിഗ്രിയിലേക്ക് പോവുക. ഒരു 100 മില്ലി സെക്കൻഡ് ഡിലേ കഴിഞ്ഞിട്ട് 45 ഡിഗ്രിയിലേക്ക് വരിക. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കോഡ്. ഈ ഒരു കോഡ് ഞാൻ എൻ്റെ കമന്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ ഈ സ്കെച്ച് അപ്ലോഡ് ചെയ്യാണ്. കമ്പൈലിംഗ് കഴിഞ്ഞു, എറർ ഒന്നുമില്ല. അപ്പോൾ അപ്ലോഡ് ആവുകയാണ്. അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോബോട്ടിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞി റോബോട്ട് നമ്മളിങ്ങനെ നോക്കി ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? സോ അതിനായിട്ട് ഞാൻ ഈ സെൻസർ എടുത്തിട്ട് ഇതിലേക്ക് ലൈറ്റ് അടിച്ച് നോക്കുകയാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വർക്ക് ആവുന്നുണ്ടെന്ന്. നമ്മുടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് അനുസരിച്ചാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് സ്ക്രീൻ നോക്കുവാണെങ്കിൽ ഒരുപാട് ലൈറ്റ് ജനറേറ്റ് ചെയ്യും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ മോട്ടർ ആക്ടിവേറ്റ് ആവും. ബ്ലാക്ക് സ്ക്രീൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ പ്രകാശത്തിന്റെ ഇന്റൻസിറ്റി കുറയും, റെസിസ്റ്റൻസ് കൂടും, അത് സ്റ്റോപ്പ് ആവും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനിയപ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, ജസ്റ്റ് ഇന്റർനെറ്റ് ഓഫ് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യാം. അപ്പോഴത്തേക്ക് ഡൈനോ ഗെയിം വരും. ഈ സെൻസർ എടുത്ത് നമ്മൾ ഡയറക്റ്റ് ആ സ്ക്രീനിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, റോബോട്ടിനെ എടുത്ത് പ്ലേസ് ചെയ്യുക, ബാക്കി റോബോട്ട് ചെയ്തു. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോഴത്തെ ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എങ്ങനെയാണ് ഈ ചെറിയ റോബോട്ടിനെ ഇത്ര എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ, എൻ്റെ ഈ ചെറിയ റോബോട്ടിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ഇറ്റ്സ് മീ അഖിൽ സൈനിങ് ഔട്ട്.